ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ട്. ബലാത്സംഗ കേസിൽ റാപ്പർ വേടനെതിരെ തെളിവുണ്ടെന്ന് കുറ്റപത്രം. വേടൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതിന് തെളിവുകളുണ്ടെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. റാപ്പർ വേടനെതിരെ അന്വേഷണ സംഘം കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന്റെയും തെളിവുണ്ടെന്ന് കുറ്റപത്രത്തിലുണ്ട്. യുവ ഡോക്ടറുടെ പരാതിയിൽ തൃക്കാക്കര പോലീസ് എടുത്ത കേസിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം. അർജുൻ മട്ടന്നൂർ, ഗുഡ് മോർണിംഗ്. വേടനെതിരെ തെളിവുകൾ ഉണ്ട് എന്നതാണോ ഇപ്പോൾ ഉറപ്പിക്കുന്നത്? അങ്ങനെ തന്നെയാണ്. അതായത് വേടനെതിരെ തെളിവുകൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ കോഴിക്കോട് സ്വദേശിനിയായ യുവ ഡോക്ടറുടെ പരാതിയിലാണ് റാപ്പർ വേടനെതിരെ നേരത്തെ കേസെടുത്തത്. ഈ കേസെടുത്ത 2 മാസത്തിനകം ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, അതോടൊപ്പം തന്നെ സാമ്പത്തികമായി തന്നെ ചൂഷണം ചെയ്തു എന്നതായിരുന്നു പരാതി. ആ പരാതിയിൽ തെളിവുകളുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ നേരത്തെ വേടൻ പറഞ്ഞിരുന്നത് തങ്ങൾ തമ്മിൽ സൗഹൃദമായിരുന്നു. ആ സൗഹൃദം തെറ്റിയപ്പോൾ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് ഇപ്പോൾ യുവതി ചെയ്യുന്നത് എന്നതായിരുന്നു വേടൻ പറഞ്ഞത്. പക്ഷേ എന്തായാലും ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതിനും അതോടൊപ്പം തന്നെ സാമ്പത്തികമായി ചൂഷണം ചെയ്തതിനും തെളിവുകളുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസിന്റെ കുറ്റപത്രത്തിൽ പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഡിജിറ്റൽ തെളിവുകളടക്കം പോലീസ് വിശദമായി പരിശോധിച്ചിരുന്നു. പ്രത്യേകിച്ച് വേടന്റെ ഫോൺ അടക്കം കസ്റ്റഡിയിലെടുത്ത് പോലീസ് പരിശോധിച്ചിരുന്നു. ഈ പരിശോധനയിലാണ് ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഇവർ തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന തെളിവുകളും പോലീസ് ശേഖരിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് വേടനെ 2 ദിവസം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയായിരുന്നു. ഈ ചോദ്യം ചെയ്യലിന് ശേഷം വേടനെ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ കേസിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. റാപ്പർ വേടൻ കുറ്റക്കാരനാണ് എന്നാണ് ഇപ്പോൾ പോലീസിന്റെ കണ്ടെത്തൽ.